ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തക പഠനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ 1-ാം അധ്യായത്തിൽ നിന്ന് നിരവധിയായ ചിന്തകൾ ഓർക്കുകയുണ്ടായി. ഇന്നും അങ്ങേ സ്വാഗതം ചെയ്യുന്നു ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക്. അപ്പോൾ തന്നെ ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാമത്തെ എപ്പിസോഡിലേക്കും ഹൃദ്യമായ സ്വാഗതം. നാം എൽക്കാനയുടെ ജീവിതത്തിൽ നിന്ന് നിരവധിയായ വിഷയങ്ങൾ, ആത്മീക പാഠങ്ങൾ കഴിഞ്ഞ അനേക ഭാഗങ്ങളായി ഓർക്കുകയുണ്ടായി. ഇന്ന് ഹന്നായിലേക്ക് നാം എത്തി നോക്കുവാൻ ആഗ്രഹിക്കുക. ഹന്നായുടെ ജീവിതത്തിൽ നിന്നും അനേക ആത്മീക പാഠങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നന്ദിയോടെ ഓർക്കേണ്ടുന്ന വിഷയമാണ്. ഹന്ന എന്ന പേരിൻ്റെ അർത്ഥങ്ങൾ 3 1 കൃപയുള്ള, 2 പ്രസാദം, 3 കരുണ. കൃപയുള്ള, പ്രസാദം, കരുണ എന്നിങ്ങനെ 3 അർത്ഥങ്ങളാണ് ഹന്ന എന്ന പേരിന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹന്ന എന്ന പേരിനോട് ദൈവത്തിൻ്റെ ജനത്തിന് പ്രത്യേകമായൊരു മമത, ഒരു പ്രത്യേകമായ താല്പര്യം വളരെ ആത്മീക തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നായ സന്താന ദുഃഖം, അതായത് മക്കൾ ഇല്ലാത്ത സ്ഥിതി അവൾ അനുഭവിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ ആ പ്രത്യേകമായ ചുറ്റുപാടുകളിലൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം കർത്താവിനോട് പറയുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ രീതി നമുക്ക് ഹന്നായിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രയേലിയ ചുറ്റുപാടുകളിൽ മക്കളില്ലാതിരിക്കുന്നത് എത്രമാത്രം വിഷമത്തിന് കാരണമായിരുന്നു, പലരുടെയും നിന്ദയ്ക്ക് പാത്രമാണ് എന്നുള്ളതും നാം ഓർത്തുകൊണ്ടിരുന്നു. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നതും അങ്ങനെ തന്നെയാണല്ലോ. അവൾക്ക് മക്കൾ ഇല്ലായിരുന്നു. ഹന്നയ്ക്കോ മക്കൾ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് മക്കൾ ഇല്ലാതിരുന്നത് എന്നുള്ളത് 6-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. യഹോവ ഹന്നായുടെ ഗർഭം അടച്ചിരുന്നതിനാൽ. ഹന്നായുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളിൽ ഒരു പ്രത്യേകമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് ഹന്നായോട് താല്പര്യക്കുറവ് ഉള്ളതുകൊണ്ടല്ല, ദൈവത്തിന് ഹന്നായോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ദേഷ്യമുള്ളത് കൊണ്ടല്ല. അവിടുന്ന് ദോഷങ്ങളാൽ ഒരിക്കലും പരീക്ഷിക്കാത്ത ദൈവമാണ്. എന്നാൽ തൻ്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ സ്വർഗീയ പദ്ധതികൾ സ്വർഗത്തിലെ ദൈവത്തിന് ഉണ്ടായിരുന്നു. നാം സങ്കീർത്തനം 127-ന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ദൈവം പിന്നീട് ഹന്നായിക്ക് മക്കളെ കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എത്രമാത്രം സത്യമാണ് എന്നുള്ളത് വീണ്ടും വ്യക്തമാക്കപ്പെടുകയാണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാണ്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ദൈവം ചില നന്മകൾ എന്ന് തോന്നുന്ന വിഷയങ്ങൾക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള നിശബ്ദത പാലിക്കുന്നുവെന്ന് തോന്നുമ്പോൾ മറക്കരുത്, ദൈവം അവരെ കൂടുതൽ സ്നേഹിക്കുന്നു. മറ്റാർക്കും സഹിക്കുവാൻ കഴിയാത്ത അനേക വിഷയങ്ങൾ നന്ദിയോടുകൂടെ അനുഭവിപ്പാൻ അവർ പ്രാപ്തരാണെന്നും അവർക്ക് ആത്മീകമായ അത്തരം കാഴ്ചപ്പാട് ശരിയായി ഉണ്ട് എന്നും ദൈവത്തിന് അറിയാകുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് പല ആത്മീക നന്മകൾ, ആത്മീക ഫലങ്ങൾ അനേകർക്ക് ലഭിക്കേണ്ടതിന് ദൈവം ചില പ്രശ്നങ്ങൾ നമുക്ക് അനുവദിച്ചുവെന്ന് വരാം എന്നുള്ള സത്യവും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
മക്കൾ ദൈവത്താൽ നൽകപ്പെടുന്നുവെന്നുള്ള സത്യം തിരിച്ചറിയുന്ന മാതാപിതാക്കന്മാർ അവരെന്താണ് ചെയ്യുന്നത്? അവർ ഒരിക്കലും ദൈവം നൽകിയ മക്കളിൽ പ്രശംസിക്കുകയില്ല. നന്ദിയോടുകൂടെ മക്കളെ അവർ ദൈവസന്നിധിയിൽ വളർത്തും, ദൈവസന്നിധിയിൽ വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. അതില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അവരുടെ പ്രശംസ മക്കളിലല്ല, മറിച്ച് മക്കളെ അവർക്ക് കൊടുത്ത സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ മാത്രമാണ്. മക്കളെ നൽകിയ കർത്താവിൻ്റെ വേലയ്ക്കു വേണ്ടി മക്കളെ സമർപ്പിക്കുവാനായിട്ട് ഓരോ മാതാപിതാക്കന്മാരും ആഗ്രഹിക്കണം. ദൈവം പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വിളിക്കുമ്പോൾ അത് നാം തീർച്ചയായിട്ടും ചെയ്യണം. എന്നാൽ എല്ലാവരെയും ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട്, ദൈവം എല്ലാവരെയും പ്രത്യേകമായി ആ തലത്തിൽ വിളിക്കുന്നില്ല എന്നതുകൊണ്ട് ഏത് ജോലി ചെയ്താലും, ലോകത്തിൽ ഏത് ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിച്ചാലും മക്കളെ പഠിപ്പിക്കേണ്ടുന്നൊരു വസ്തുതയുണ്ട്. അതിലെല്ലാം ഉപരിയാണ് കർത്താവിന് വേണ്ടി ചെയ്യേണ്ടുന്ന വിഷയങ്ങളെന്ന്. അതായത് ജീവിക്കുന്ന ഏത് രംഗങ്ങളിലും ഏത് ജോലിയിലും കർത്താവിൻ്റെ വേലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹന്ന ചെയ്തതുപോലെ തൻ്റെ മക്കളെ കർത്താവിനായിട്ട് ഒരുക്കുന്ന ജീവിതം നമുക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കണം. ഹന്ന തൻ്റെ ആദ്യജാതനെ യഹോവയ്ക്കായി വേർതിരിച്ച് ഹൃദയപൂർവ്വം അക്കാര്യം ചെയ്തതിലൂടെ തലമുറകൾക്ക് എത്ര നല്ല മാതൃകയാണ് ഈ സഹോദരി കാണിച്ചു കൊടുത്തത് എന്നുള്ളത് മറക്കുവാൻ പാടില്ല. കർത്താവിൻ്റെ വേലയെ നമുക്ക് ഏറ്റവും അന്തസ്സുള്ളതായി കാണാം. മക്കളില്ലാതിരുന്ന സമയത്ത് സഹപത്നിയായ പെനീനയിൽ നിന്ന് അധികം സങ്കടങ്ങളാൽ ഹന്ന നിറയേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വന്നു എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവളുടെ പേരുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയുള്ള, അതേപോലെ ദൈവത്തിൻ്റെ പ്രസാദമുള്ള, ദൈവികമായ കരുണ നിറയുന്ന ഒരു അനുഗ്രഹീതമായ ജീവിതം കാഴ്ചവെക്കുവാൻ ഹന്നായിക്ക് സാധിച്ചു. അവൾക്ക് മക്കളെ കർത്താവ് കൊടുത്തപ്പോൾ വ്യക്തമായ ധാരണ സർവശക്തൻ്റെ മുൻപാകെ അവൾക്ക് ഉണ്ടായിരുന്നു. ഈ ചിന്തകളെല്ലാം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ സംഗതിയാകണം. നമുക്ക് കർത്താവ് തരുന്ന മക്കളെ കർത്താവിനായി നമുക്ക് കൊടുക്കാം. അവരുടെ ആത്യന്തിക ലക്ഷ്യം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വമാണ് എന്ന് പറഞ്ഞ് അവരെ നമുക്ക് ബോധ്യപ്പെടുത്താം. അത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ദൈവം കൃപ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പ്രസാദവും ദൈവത്തിൻ്റെ കരുണയും നിറയുന്ന, അത് വിളങ്ങി നിൽക്കുന്ന ജീവിതങ്ങളായി നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും മാറുവാൻ നാം ദൈവസന്നിധിയിൽ നമ്മളെ വിധേയപ്പെടുത്താം. അതിനായിട്ട് സ്വർഗത്തിലെ തമ്പുരാൻ ഇന്നും അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.